എൻ്റെ പേര് ജിസ്മി, ഇതെൻ്റെ ഹസ്ബൻഡ് ജോബിൻ, ഇതെൻ്റെ മകൻ ലൂക്ക. ഞങ്ങളിവിടെ ആദ്യമായി എൻ്റെ വീട് ഇടുക്കിയിലാണ്. ഞങ്ങൾ സെൻറ്റ് മേരീസ് ചർച്ച് മാങ്കുളം ഇടവകാംഗമാണ്. ഞങ്ങളിവിടെ ആദ്യമായി കൃപാസനത്തെപ്പറ്റി അറിയുന്നത് എൻ്റെ ഒരു ആൻറ്റി വഴിയാണ്. അത് 2019 ഞാനൊരു BSc നേഴ്സാണ്. ഞാൻ സൗദിയിൽ ഒരു 9 വർഷമായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് യൂറോപ്യൻ കൺട്രിയിൽ പോകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ ആൻറ്റി പറഞ്ഞ് ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അന്ന് ഉടമ്പടിയൊന്നും ഞങ്ങൾ എടുത്തിരുന്നില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഹസ്ബൻഡ് പോയി. പിന്നെ ഞാൻ സൗദിയിലായിരുന്നു. അവിടെ ആയിരുന്നപ്പോൾ ഞാൻ OET എക്സാം എഴുതുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 5 തവണ OET എക്സാം എഴുതി. പക്ഷേ എനിക്ക് ലിസണിങ് എന്ന മോഡ്യൂള് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. ബാക്കി എല്ലാ മോഡ്യൂളിനും എനിക്ക് നല്ല സ്കോർ ഉണ്ടെങ്കിലും ലിസണിങ് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ 2023 മെയ് 14 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ഫലമായിട്ട് ഞാൻ ഇവിടുന്ന് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപ്പും എണ്ണയും ഉപയോഗിച്ചു. അങ്ങനെ ലാസ്റ്റ് 6ാമത്തെ തവണയും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇവിടുന്ന് പോയി. ഞാൻ എക്സാം ഹാളിൽ ചെന്നു. ആരും അറിയാതെ ഞാൻ ഉപ്പ് അവിടെ ആരും ചവിട്ടാത്ത രീതിയിൽ ഞാൻ ഇട്ടു. വെഞ്ചരിച്ച തൈലം ഞാൻ എൻ്റെ നെറ്റിയിൽ പൂശി. അന്ന് എക്സാം എനിക്ക് നല്ല ടഫായിരുന്നു. പക്ഷേ എനിക്കൊന്നും മനസ്സിലായൊന്നുമില്ല. ഞാൻ ലിസണിങ് എന്തൊക്കെയോ എഴുതി. പക്ഷെ അന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ എൻ്റെ OETയുടെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എല്ലാ മോഡ്യൂളും B സ്കോർ ലഭിച്ചു. അങ്ങനെ അത് ഇവിടുത്തെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഞാൻ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടും അല്ലാതെ ഇത്രയും തവണ 5 തവണ എഴുതിയിട്ട് എനിക്ക് കിട്ടിയില്ല. പക്ഷേ 6ാമത്തെ തവണ എനിക്ക് എൻ്റെ പരിശുദ്ധ അമ്മയും എൻ്റെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ OET എക്സാം ക്ലിയറായി. അങ്ങനെ അമ്മയുടെ കൃപയാൽ ഞാൻ OET എക്സാം പാസ്സായി. പിന്നെ രണ്ടാമതായി പറയുവാണെങ്കിൽ എക്സാം എഴുതി ഞാൻ UK നോക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ ഞാൻ ന്യൂസിലൻഡാണ് കൊടുത്തത്. അങ്ങനെ ന്യൂസിലൻഡിൽ ഞാൻ OSCE എക്സാം എഴുതാൻ വേണ്ടി അവിടെ ഞാൻ പോയി. പക്ഷേ എക്സാം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എങ്ങനെ എഴുതണം, അല്ലെങ്കിൽ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ആ എക്സാമിൻ്റെ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം എക്സാം നല്ല ടഫായിരുന്നു. കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ എന്നും ഡെയിലി രാവിലെ എഴുന്നേറ്റ് 5:30 പ്രെയർ ചെല്ലും. ബൈബിൾ അരമണിക്കൂർ വായിക്കും. അച്ഛൻ്റെ വചനങ്ങൾ ഞാൻ കൂടെ കേട്ടുകൊണ്ടിരുന്നു. എക്സാമിന് കാര്യമായിട്ടൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്തില്ല. പക്ഷേ എന്താണെന്നറിയില്ല, OSCEയുടെ എക്സാം ഞാൻ ക്ലിയറായി. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് OSCE എക്സാമും പാസ്സായി. പിന്നെ ഞാൻ എൻ്റെ OETയുടെ എക്സാമിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു പോയി. അപ്പം ഞാൻ ന്യൂസിലൻഡ് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ കിട്ടി. അപ്പം ന്യൂസിലൻഡ് ജോലി നോക്കി എനിക്കൊന്നും കിട്ടിയില്ല. ആ സമയത്ത് ഞാൻ സൗദിയിൽ ഇരുന്നുകൊണ്ടാണ് ജോബിനൊക്കെ അപ്ലൈ ചെയ്തത്. അങ്ങനെ ജോബൊന്നും കിട്ടാതെ വന്നപ്പം ഞാൻ അത് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അഫ്ര രജിസ്ട്രേഷന് വേണ്ടി കൊടുത്തു. അങ്ങനെ എനിക്ക് അഫ്ര രജിസ്ട്രേഷൻ കിട്ടി. ഇവിടെ വന്ന് എൻ്റെ ഹസ്ബൻഡ് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഉടമ്പടിയുടെ ധ്യാനങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ ധ്യാനങ്ങൾ ഷെയർ ചെയ്തു. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കൂടുതലായിട്ട് തീഷ്ണതയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ തുടങ്ങി. അഫ്ര രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ജോലി അന്ന് ഓസ്ട്രേലിയക്ക് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഓസ്ട്രേലിയക്ക് കൊടുക്കാൻ നോക്കി. പക്ഷേ അവിടെ ഒന്നും വേക്കൻസി ഇല്ല. ഞാൻ കൊടുക്കുന്നതെല്ലാം റിജക്ഷൻ. ഒരു 2000 പരം മുകളിൽ ഞാൻ CV ഇട്ടു. എനിക്കൊരു CV സെലക്ഷനായില്ല. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തൊന്ന് പുതുക്കിയിട്ട് പ്രാർത്ഥിക്കാം, അല്ല എൻ്റെ പ്രാർത്ഥനയുടെ ഇത് കുറഞ്ഞതുകൊണ്ടാണോ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ രണ്ടാമതൊന്നും കൂടെ നന്നായിട്ട് തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് 2 CV സെലക്ഷനായി. അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചു. അങ്ങനെ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പോലും ഞാൻ പഠിക്കുന്നതിന് പകരം കൂടുതലായിട്ട് ഞാൻ കൃപാസനത്തിൻ്റെ പ്രതീക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന കണ്ടിന്യൂസ് ചൊല്ലിക്കൊണ്ടിരുന്നു. അവിടുത്തെ ആൾക്കാർ സംസാരിച്ചപ്പോഴൊക്കെയും എനിക്കറിയാവുന്നതുപോലെ ഞാൻ പറഞ്ഞു, അല്ലാതെ കൂടുതലായിട്ടൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ 2 ഇൻ്റർവ്യൂ എനിക്ക് സെലക്റ്റഡായി. അതിൽ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമുക്ക് 482 വിസ എന്ന് പറയും. നമ്മൾ 2 വർഷം അവിടെ നിൽക്കണം. PR നമുക്ക് കിട്ടത്തില്ല. പക്ഷേ അടുത്ത ഇൻ്റർവ്യൂ ഞാൻ സെലക്റ്റഡ് ആയപ്പോൾ എനിക്ക് 186 PR ഫാമിലി വിസയ്ക്കുള്ള ഒരു വിസയായിരുന്നു എനിക്ക് ലഭിച്ചത്. അതും ഇവിടുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് PR കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. എങ്കിലും ഞാൻ ഇൻ്റർവ്യൂ അതിൻ്റെ മുമ്പോട്ട് പോയി. അങ്ങനെ എൻ്റെ മെഡിക്കലെല്ലാം ക്ലിയറായി. ഞങ്ങൾ വിസയ്ക്കിട്ട് ഞങ്ങൾ അതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ വിസ കുറേ നാളായിട്ടും വന്നില്ല. ഞാൻ സൗദിയിൽ നിന്ന് റിസൈൻ ചെയ്തു വന്നു. എനിക്ക് ജോലിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ പ്രോമെട്രിക് ക്ലാസ്സസുകൾ DHA പ്രോമെട്രിക് അങ്ങനെ എല്ലാവർക്കും അറിയാമായിരിക്കും, നേഴ്സുമാർക്കൊക്കെ. അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. ഹസ്ബൻഡ് നേഴ്സാണ്. അപ്പോൾ ഹസ്ബൻഡ് പഠിപ്പിക്കുന്നതിന് കൂടെ തന്നെ ഞാനും
ഇതുപോലെ പഠിപ്പിക്കാം, അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാനും ഒരു ചെറിയ ക്ലാസ്സസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും ഫീസ് തരാൻ ഇല്ലാത്ത കുട്ടികൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്ത് കൊടുത്തു. അവർക്ക് എക്സാമൊക്കെ നല്ല രീതിയിൽ പാസ്സായി. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ എനിക്ക് പറ്റും. അങ്ങനെ ഞാൻ ചെറുതായിട്ട് രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുവാനും എനിക്ക് കിട്ടുന്ന സാമ്പത്തിക സഹായം വെച്ച് ഞാനത് ഓർഫനേജിലൊക്കെ കൊടുക്കുവാനൊക്കെ തുടങ്ങി. പിന്നെയും വിസ ഞാനിങ്ങനെ നീണ്ടു നിന്നു. 1 വർഷം എന്തായാലും PR കിട്ടാൻ താമസിക്കും. അപ്പം ഞാൻ എന്തായാലും ജോലിക്ക് കയറാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ജോലിക്ക് നാട്ടിൽ കയറി. അങ്ങനെ കയറിയതിൻ്റെ പിറ്റേ മാസം തന്നെ ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് PR കിട്ടി. അപ്പം ഈ ജൂൺ 1 ഞങ്ങളുടെ വിസ വന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്ത് പുതുക്കി അതിൻ്റെ രീതിയിലൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. പക്ഷേ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഭവമില്ലാത്ത ഒരു ദിവസവുമില്ല. കാരണം എനിക്ക് പലപ്പോഴും എൻ്റെ സങ്കടങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ പ്രദക്ഷിണത്തിൻ്റെ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും, ധ്യാനങ്ങൾ കേട്ടോണ്ടിരിക്കും. എന്ത് ചെയ്താലും ഞാൻ ഇപ്പം മൊബൈലിൽ ഞാനാണെങ്കിൽ ധ്യാനങ്ങൾ കണ്ട് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ദൈവം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഇവിടെ വന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് തന്നു. അതുപോലെ ഞങ്ങൾക്ക് ഈ ജൂൺ 1 ഫാമിലിയായിട്ട് PR വിസ കിട്ടിയത്. അപ്പം ഞങ്ങൾ ഈ കമ്മിങ് ജൂലൈ 18 ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. ഞങ്ങൾ അടുത്ത കമ്മിങ് ഫ്രൈഡേ ഞങ്ങൾ 3 പേര് ഫാമിലിയായിട്ട് ഓസ്ട്രേലിയക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയേറെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചത് മറ്റുള്ളവർക്ക് ഒരു സാക്ഷിയായി മാറട്ടെ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ദൈവത്തോട് എപ്പോഴാണോ കൂടുതൽ അടുക്കുന്നത് ആ സമയമാണ് ദൈവം നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തരുന്നത്. അല്ല നമ്മുടെ നിയോഗങ്ങളല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവം നമ്മളെ മഹത്വീകരിക്കുവാനും അതുപോലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അങ്ങ് തന്നെ നടന്നുകൊള്ളും. ആ ഒരു ഉറച്ച തീക്ഷ്ണ വിശ്വാസത്തോടെയാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതുപോലെ തന്നെ എനിക്ക് വേറൊരു സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ വീട്ടിൽ കുറച്ച് കടബാധ്യതയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ സ്ഥലമൊക്കെ വിൽക്കുവാൻ വേണ്ടി ഞങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും നടന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് പുതുക്കിയപ്പോൾ ഞാൻ ഇവിടുന്ന് മണ്ണും അതുപോലെ തന്നെ ഞാൻ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, അമ്മ നമുക്ക് അവിടുത്തെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഉപ്പിട്ട് അല്ലെങ്കിൽ വെഞ്ചരിച്ചിട്ട് പ്രാർത്ഥിക്കാം, അത് നടക്കും അമ്മ എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു അങ്ങനെ ചെയ്യാം മോനെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മണ്ണും ഇവിടുത്തെ, കാരണം പരിശുദ്ധ അമ്മയുടെ പ്രദക്ഷിണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അമ്മ എന്നും പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾ അവിടെ വെതറി പ്രാർത്ഥിച്ചു. 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്ഥല വിൽപ്പന നടന്നു. ഇത്രയും വർഷമായിട്ട് ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റാത്ത സ്ഥലം ഞങ്ങൾക്ക് വിറ്റ് കിട്ടി. അതുപോലെ ഇത്രയും ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം, OET എക്സാം എക്സ്പയർ ആയപ്പം എനിക്ക് വിസയ്ക്ക് ഇടുന്ന സമയത്ത് PT എന്ന് പറയുന്നൊരു എക്സാം, ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് ഞങ്ങൾക്ക് പിന്നെയും എഴുതേണ്ടി വന്നു. കാരണം വിസ കിട്ടാതെ വരും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്നോട് എക്സാം എഴുതണമെന്ന് പറഞ്ഞു. അങ്ങനെ PT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്നാൽ OET തന്നെ എഴുതാം. പിന്നെ ഞാൻ വിചാരിച്ചു ഒരുപാട് പൈസയാണ്, PT ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ PT എക്സാമിന് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ PT എക്സാമിന് പോയപ്പോഴും ഞാൻ ഇതുപോലെ നേർച്ച വസ്തുവായ ഉപ്പ് ഞാൻ കൊണ്ടുപോയി. അത് ഞാൻ എൻ്റെ ഹെഡ്സെറ്റിൽ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി, എൻ്റെ നെറ്റിയിൽ ഞാൻ ഓൾറെഡി പുരട്ടിയിട്ടാണ് പോയത്. അത് ഞാൻ നെറ്റിയിൽ നിന്നെടുത്ത് ഞാൻ എൻ്റെ ഹെഡ്സെറ്റിൽ ഞാൻ വെച്ചു. എന്നിട്ട് ഞാൻ PTയുടെ എക്സാം എഴുതിയപ്പോൾ എനിക്ക് ആവശ്യത്തിലധികം നല്ല സ്കോർ തന്ന് ദൈവം അനുഗ്രഹിച്ചു. അപ്പോൾ ഇത്രയും ദൈവം ഞങ്ങളുടെ ഫാമിലീനെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ ഇവിടെ വന്ന് ഈ കൃപാസനത്തിൽ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ദൈവം ഞങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെയും തന്നത്. അതുപോലെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരാരും വിഷമിക്കേണ്ട, നിങ്ങൾക്കൊക്കെ ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ നിയോഗങ്ങൾക്ക് ഉപരി നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആ ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വിചിത്ത വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ താനെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. ശുദ്ധപ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രങ്ങൾ വാങ്ങി ഞാൻ വിതരണം ചെയ്യുമായിരുന്നു. പക്ഷെ ഞാൻ പലർക്കും പത്രങ്ങൾ കൊടുക്കുമ്പോൾ ആരും അത് ഞങ്ങൾക്ക് കിട്ടിയത് ഓൾറെഡി അത് വേണ്ട എന്ന് എന്നോട് പറയുമായിരുന്നു. പക്ഷേ എങ്കിലും ഞാനത് വേണ്ട എന്ന് പറയുന്നവർക്ക് ഞാൻ കൊടുക്കാറില്ല. ആർക്കാണോ ആവശ്യം ആ കൈകളിലേക്ക് ഞാൻ പത്രം കൊടുത്തിട്ട് എൻ്റെ അനുഭവം ഞാൻ അവർക്ക് ഷെയർ ചെയ്യും, ഞാൻ പ്രാർത്ഥിക്കും. അല്ല വായിക്കാൻ അറിയാത്തവർക്ക് ഞാനത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതുപോലെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുണ്ട്. അപ്പോൾ അവരൊക്കെ ചോദിക്കും എങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ അവരോട് പറയും ഇങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത്, നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കുക, നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കണം, ഡെയിലി ബൈബിള് വായിക്കണം. അങ്ങനെ നമുക്ക് പറ്റുന്നതേ സഹായം മറ്റുള്ളവർക്ക് ചെയ്തിടും. ഈശോ എങ്ങനെയൊക്കെയാണ് പാപികളെ മാനസാന്തരത്തിലേക്ക് ക്ഷണിച്ചത്. അപ്പം നമ്മൾ ഈശോ ക്ഷമിക്കുന്നത് പോലെ മറ്റുള്ളവരോട് ക്ഷമിക്കണം. നമുക്ക് ദേഷ്യമോ വൈരാഗ്യമോ ഇതൊന്നും നമുക്ക് പാടില്ല. കാരണം നമ്മൾക്കറിയാം നമുക്ക് ഇത് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കത്തില്ല.
അപ്പം ഇതാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്തത്. പിന്നെ എനിക്ക് സാമ്പത്തികമായിട്ട് ഞാൻ ഓർഫനേജിൽ പോയിട്ട് ഞാൻ മറ്റുള്ളവർക്ക് പൈസ എനിക്ക് സാമ്പത്തികമായി കഴിയുന്ന രീതിയിൽ ഞാൻ സഹായിക്കുമായിരുന്നു. അവിടെ ആരുമില്ലാത്ത അമ്മമാർ കുറേ പേരുണ്ട്. അപ്പോൾ അവരുടെ അടുത്തിരിക്കുവാനും അവരുടെ സങ്കടങ്ങൾ കേൾക്കുവാനും അവരുടെ നഖം വെട്ടി കൊടുക്കുവാനും, ഞാനൊരു നേഴ്സാണെങ്കിൽ രോഗികളെ ശുശ്രൂഷിക്കുന്നത് ഒരു സാധാ നേഴ്സ് പോലല്ല, അവരുടെ കൂടെ ഇരിക്കുവാനും അവർ പറയുന്നത് കേൾക്കുവാനും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുവാനുമായിട്ടാണ് ഞാൻ കൂടുതൽ ശ്രമിച്ചത്. പിന്നെ ഞാൻ ഡെയിലി കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. സൗദിയിലായിരിക്കുമ്പം എനിക്ക് കുർബാനയ്ക്ക് കൂടുതൽ പങ്കെടുക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അവിടെ ചിലപ്പോൾ 2 മാസത്തിലൊരിക്കലൊക്കെ ആയിരുന്നു കുർബാന. പക്ഷെ നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ അടുത്തായിരുന്നു പള്ളി. അപ്പോൾ ഡെയിലി ഞാൻ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുമായിരുന്നു. അതുപോലെ തന്നെ ഡെയിലി കൊന്ത ചെല്ലും, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. ആഴ്ചയിൽ 2 വട്ടമെങ്കിലും 2 ആഴ്ചയിൽ 1 വട്ടമെങ്കിലും ഞാൻ കുമ്പസാരിക്കുമായിരുന്നു. ഇതൊക്കെ എൻ്റെ ഡെയിലി ജീവിതത്തിൽ അനുദിനം വന്നുകൊണ്ടിരുന്നു. സോ ദൈവം ഞങ്ങൾ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാം അധ്യായം 12-ാം വചനമാണ്. ഉടമ്പടി എന്നത് ദൈവം നയിക്കുന്ന വഴിയിൽ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നടക്കുക എന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് മുൻപായി നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ കാണാത്ത അപകടങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുടെയൊക്കെ മുൻപിൽ ദൈവത്തിൻ്റെ കരങ്ങൾ, ദൈവം പ്രവർത്തിക്കുന്നതായിട്ടാണ് നാം ഓരോ സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾ പിന്നിൽ വിട്ടുപോകുന്ന കാര്യങ്ങളും ദൈവം നമ്മെ സംരക്ഷിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഈശോയും അമ്മയും കൂടെയുള്ളപ്പോൾ നമുക്ക് തിടുക്കം കൂടേണ്ട ആവശ്യമില്ല, ഓടുകയും വേണ്ട. കർത്താവുണ്ട് നമ്മുടെ മുൻപിൽ, പരിശുദ്ധ അമ്മയുണ്ട് നമ്മുടെ കരങ്ങളിൽ പിടിച്ച് ആ ഈശോയിലേക്ക്, ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ നയിക്കുവാനായിട്ട്. ആ ഈശോയുടെയും അമ്മയുടെയും സ്നേഹം മനസ്സിലാക്കി അടുത്തറിഞ്ഞ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമായ ഒരു കുടുംബമാണ് നമ്മളോട് ജിസ്മി സെബാസ്റ്റ്യൻ എന്ന മകളും കുടുംബവുമാണ്. പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ സാന്നിധ്യം അടുത്തറിഞ്ഞ ഒരു നല്ല സാക്ഷ്യം നമ്മളോട് പങ്കുവച്ചത്. ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോയി. അങ്ങനെയാണ് യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകാനായിട്ടുള്ള ആഗ്രഹത്തോടെ വന്ന് പ്രാർത്ഥിച്ചത്. പക്ഷെങ്കിൽ പോയതിന് ശേഷം OET എക്സാമിന് പലപ്പോഴും 5 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തു. ഓരോ പ്രാവശ്യവും ഒരു സബ്ജക്റ്റ് കിട്ടുന്നില്ല, പ്രത്യേകിച്ച് ലിസണിങ് കിട്ടുന്നില്ല. പിന്നീട് മനസ്സിലായി ഇനി ഇതെൻ്റെ മെറിറ്റിലില്ല, എനിക്കത് പറ്റില്ല എന്ന് ജിസ്മിക്ക് മനസ്സിലായി. അങ്ങനെയാണ് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വരികയും മരിയൻ ഉടമ്പടി എടുക്കുകയും ചെയ്തത്. അത് ഉടമ്പടി എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെയാണ് ആ മെറിറ്റില്ലാത്ത ജിസ്മിക്ക് പെട്ടെന്ന് തന്നെ ആ ലിസണിങ് കിട്ടുകയും അങ്ങനെ OET എക്സാം കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുകയും ചെയ്തത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നോ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കി തരുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാം പെട്ടെന്നായിരുന്നു. ന്യൂസിലാൻഡിലേക്കുള്ള രജിസ്ട്രേഷനും ഓസ്കി എക്സാം എല്ലാം നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ജിസ്മി ഓസ്കി പരീക്ഷയ്ക്ക് പോയത്. അതുകൊണ്ട് തന്നെയാണ് പരീക്ഷ എത്രയും പെട്ടെന്ന് തന്നെ ക്ലിയറാക്കാൻ സാധിച്ചത്. പിന്നീടുണ്ടായിരുന്ന ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനാണ്. അത് ആഫ്രായി രജിസ്ട്രേഷൻ, അതും എത്രയും പെട്ടെന്ന് തന്നെ അതും ക്ലിയറായി. ജോലിക്ക് അപ്ലൈ ചെയ്തു. ഈ മകൾ പറഞ്ഞ സാക്ഷ്യത്തിൽ ഞാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലി, പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന അത് നമ്മൾ ഇന്ന് രാവിലെ ചൊല്ലുന്നതാണ്. ആ പ്രാർത്ഥന ചൊല്ലിയാണ് ജിസ്മി ഓരോ കാര്യത്തിനും പോയിക്കൊണ്ടിരുന്നതെന്നാണ്. ജോലിക്ക് അപ്ലൈ ചെയ്തപ്പോഴും പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലിയാണ് പോയത്. അങ്ങനെ 2 ഇൻ്റർവ്യൂ പാസ്സായി. പക്ഷേങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ കുടുംബത്തിലേക്കുള്ള 186 PR ആണ് കിട്ടിയത്. അങ്ങനെ ആ ജോലി ശരിയാവുകയും ഈ മാസം 18-ാം തീയതി ഓസ്ട്രേലിയയിലേക്ക് ഒരു നേഴ്സായിട്ട് ജോലി ലഭിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഈശോയുടെയും അമ്മയുടെയും ഒരു സാന്നിധ്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ജിസ്മിയുടെ ജീവിതത്തിൽ. ഇവിടെയും എല്ലായിടത്തും കാണുന്നത് നേർച്ച വസ്തുക്കളുടെ ഉപയോഗമാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് എല്ലാം റൺ ചെയ്യണത്. ആദ്യമൊക്കെ
ഈ മകൾ കേപ്പബിൾ ആയിരുന്നെങ്കിൽ അത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടുമായിരുന്നു. പക്ഷേങ്കിൽ 5 അറ്റംപ്റ്റ് ചെയ്തിട്ടും കിട്ടാത്തതാണ്. 6ാമത്തെ അറ്റംപ്റ്റിൽ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് 6th അറ്റംപ്റ്റ്. അത് ഈശോയുടെ അമ്മയുടെയും കൃപയാലാണ് അവിടെ ഇൻ്റർവ്യൂ പാസ്സാവാനും OSCE എക്സാം പാസ്സാവാനും OET എക്സാം പാസ്സാവാനും ഒക്കെ സാധിച്ചത്. ഇവിടെയെല്ലാം ഈശോയുടെ അമ്മയുടെ ഒരു വലിയ കൃപയാണ്. ഈ മകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത്, വിഷയബന്ധിയായിട്ടുള്ള ഒരു ബന്ധമല്ല എനിക്ക് ഈശോയുടെ അമ്മയോട് ഉള്ളത്, ഒരു ആത്മീയ ബന്ധമാണ്, ഒരു ദൈവസ്നേഹത്തിൻ്റെ ഒരു ബന്ധം. അതുകൊണ്ട് തന്നെയാണ് സങ്കടം വരുമ്പോഴെല്ലാം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ആ ആത്മീയ ജീവിതത്തിന് കൂടുതൽ മുൻതൂക്കം നൽകിയാണ് എല്ലാ കാര്യവും ചെയ്തത്. ബീയിങ് എ നേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആ സന്നദ്ധ, അതുമെല്ലാം ഈശോയുടെ അമ്മയുടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കാരുണ്യ പ്രവർത്തികൾ ഈശോയുടെ സ്നേഹത്തെ പ്രതി ചെയ്യുവാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി പ്രാർത്ഥനയിൽ നാം അനുഭവിക്കുന്നത് ഭയമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു കൃപയാണ്. നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല, ദൈവം എൻ്റെ മുന്നിലും പിന്നിലുമുണ്ട്. പരിശുദ്ധ അമ്മയാണ് എന്നെ കരം പിടിച്ച് നയിക്കുന്നത്. പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭയപ്പെടേണ്ട കാര്യമില്ല. ജീവിതത്തിൽ വൈകിപ്പോകുന്ന കാര്യങ്ങൾ പോലും ദൈവം ശരിയായ സമയത്ത് നയിക്കുമെന്നുള്ള തരുമെന്നുള്ള ഒരു ഉറപ്പാണ് ഉടമ്പടിയിലുള്ളത്. നമ്മുടെ ആത്മീയ യാത്രയിൽ പരിശുദ്ധ അമ്മ നമ്മെ യേശുവിലേക്ക് വഴി കാണിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ജസ്മി സെബാസ്റ്റ്യന് കുടുംബത്തിന് ലഭിച്ച പ്രത്യേകിച്ചും 15 വർഷമായിട്ട് വിൽക്കാൻ സാധിക്കാത്ത ഒരു സ്ഥലമാണ്. അവിടെയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് സമയ ചുരുക്കത്തിന് അമ്മയുടെ ഇടപെടൽ, കൃപാസന അമ്മയുടെ ഇടപെടലിലൂടെയാണ് 15 വർഷം സാധിക്കാത്ത കാര്യമാണ് സ്ഥലമൊക്കെ വിൽക്കാൻ സാധിച്ചത്. ജോലി കിട്ടിയതും സ്ഥലം വിൽക്കാൻ സാധിച്ചതും ഓരോ പരീക്ഷകൾ പാസ്സാകാൻ സാധിച്ചതെല്ലാം ഈശോയുടെയും അമ്മയുടെയും കൃപയാലാണ്. പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ലഭിച്ച ഒരു വലിയ അനുഗ്രഹമാണ്, കൃപയാണ്. നമ്മുടെ ജീവിതത്തിലും തിടുക്കം കൂടാതെ യാത്ര ചെയ്യാനും ഈശോയുടെ അമ്മയുടെയും കരം പിടിച്ച് ദൈവം എന്നെ പിൻകാവൽക്കാനായിട്ടുണ്ടെന്ന വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ജിസ്മി സെബാസ്റ്റ്യൻ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.